ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ദീപാവലി. നമ്മൾ ദീപാവലി ആഘോഷിക്കാൻ പോവുകയാണ്, ഹോസ്റ്റലിൽ ദീപാവലി. അപ്പോൾ അനുശ്രീയും മഞ്ഞ കിളിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഹോസ്റ്റൽ സെക്രട്ടറി അപർണ പിപ്പി എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ നവനീതേട്ടനുമായിട്ട് കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചി. അപ്പോൾ നമ്മൾ മഴ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ടായിരുന്നു. നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഹോസ്റ്റലിൽ ആഘോഷിക്കാൻ പോകുന്നത്. ചിരാതില്ലായിരുന്നു. പിന്നെ മധുരമൊക്കെ ഉണ്ട്, തേൻമിഠായി പാൽഗോവയൊക്കെ ഉണ്ട് മധുരമായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപാട് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് നേരത്തെ സ്റ്റെപ്പിൽ ഫുള്ള് നീളത്തിൽ മെഴുകുതിരി കത്തിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കമ്പിത്തിരി, പൂക്കുറ്റി, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ മാനത്ത് പോയി പൊട്ടുന്ന സാധനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴയായിട്ട് ഇനി പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സിനിമ നോക്കിയിരിക്കുകയാണ്. കത്തിക്കുന്നതൊക്കെ ഞാനും കുറച്ചൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും എല്ലാത്തിലും പോയി ജോയിൻ ചെയ്യണമല്ലോ, അപ്പോൾ അത് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് സംസാരിച്ച് കത്തിച്ച് വയ്ക്കാൻ നല്ല രസമാണ്. ലേഡീസ് ഹോസ്റ്റലിൽ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിലൊക്കെ, ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ എല്ലാവരുമായിട്ട് എല്ലാ കമ്പനിയായിട്ട് സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഇയേഴ്സ് കുറച്ച് പേരേ ഉള്ളൂ. കുറേ പേര് നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരെ കിട്ടിയുള്ളൂ. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞപാട് നമ്മൾ ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഫുള്ള് LHൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപാട് നമ്മൾ കമ്പിത്തിരി, പൂക്കുറ്റി ഒക്കെ എടുത്തു. കമ്പിത്തിരി കത്തിച്ച് ഷോ ഓഫാണ് ഗൈസ്. എല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഭയങ്കര സന്തോഷം പങ്കിടുമായിരുന്നു. ഇജു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്യാമറാമാനാണ് ഇജു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നവനീതേട്ടൻ്റെ വക അവിടെ കമ്പിത്തിരി കത്തിക്കുന്നുണ്ട് നവനീതേട്ടൻ. നവനീതേട്ടൻ്റെ വധുവിനെ തിരയുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ രഹിതേച്ചിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഷാരുവിൻ്റെ കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സെനിയേച്ചിയുടെ കാലൊടിഞ്ഞിട്ടും സെനിയേച്ചി വീൽ ചെയറിലിരുന്നിട്ട് നമ്മുടെ കൂടെ ദീപാവലി ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കുറ്റി കത്തിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ പൂക്കുറ്റി നമ്മൾ മഴ പെയ്തുകൊണ്ട് തണുത്തുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കത്തിച്ചിട്ട് അപ്പോൾ കത്തിയത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫ്ലോപ്പാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് നിമിഷം എല്ലാവരും പോയി, നമ്മൾ കുറച്ച് പേര് മാത്രം ലാസ്റ്റായി. ഇത് എൻ്റെ ഭഗവതിയെ കിടക്കണ കിടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്. കാരണം പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം കത്താതിരുന്നാൽ നമുക്ക് അത്രയും വിഷമാവില്ലേ. അപ്പോൾ അതിനൊക്കെ പറഞ്ഞ് ഊക്കിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്ലോപ്പായിരുന്നു സാധനം. പക്ഷേ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് 5 ഇരുന്ന് കത്തിച്ച് സാധനം കത്തി, 10 കത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം ചുരണ്ടി വൃത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.